ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്ലാബ് സിസ്റ്റം ഓഫ് ടാക്സ് ആണ്. നോർമൽ ഇൻകത്തിന്റെ മുകളിൽ എങ്ങനെയാണ് സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിൽ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇനി നോർമൽ ഇൻകത്തിന്റെ മുകളിൽ സ്ലാബ് സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അതേ സ്ലാബ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓൺ നോർമൽ ഇൻകം, അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. സോ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ബിലോ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ സീനിയർ സിറ്റിസൺ അല്ല, സീനിയർ സിറ്റിസൺ അല്ലാത്ത വ്യക്തിനെയാണ് നമ്മൾ അല്ലാത്ത വ്യക്തിയുടെ ടാക്സ് റേറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നോർമൽ ഇൻകത്തിൽ ആദ്യത്തെ 2.5 ലക്ഷം 2,50,000 മുകളിൽ ടാക്സ് ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് 2,50,000 ഈസ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നാണ് അതിനെ പറയാ. ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നാണ് പറയാ. സോ ഫോർ എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ബിലോ 60, ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഈസ് ₹2,50,000. ആദ്യത്തെ 2.5 ലക്ഷത്തിന്റെ മുകളിൽ അയാൾ ടാക്സ് അടയ്ക്കണ്ട. എന്നാൽ ടോട്ടൽ ഇൻകത്തില് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ള ഇൻകത്തിന്റെ മുകളിൽ അയാൾ 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ആൻഡ് ഫ്രം 5 lakh to 10 lakh his tax rate is 20%, and about 10 lakh his tax rate is 30%. ഈ രീതിയിലാണ് നമുക്ക് സ്ലാബുകൾ വരുന്നത്. അപ്പൊ 4 സ്ലാബാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ സ്ലാബിൽ ടാക്സ് ഇല്ല, രണ്ടാമത്തെ സ്ലാബിൽ 5%, മൂന്നാമത്തെ സ്ലാബിൽ 20%, നാലാമത്തെ സ്ലാബിൽ 30%. ഈ രീതിയിലാണ് സ്ലാബ് സിസ്റ്റത്തിൽ നമ്മൾ ടാക്സ് ഓൺ നോർമൽ ഇൻകം ഫോർ എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ബിലോ 60 നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ടാക്സ് ലയബിലിറ്റി ഓൺ നോർമൽ ഇൻകം for a person whose age is below 60. ഇനി അങ്ങനെ നമ്മൾ രണ്ട് രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ടാക്സ് ഓൺ സ്പെഷ്യൽ ഇൻകം നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, ആൻഡ് നോർമൽ ഇൻകം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടും. സോ സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സും കാൽക്കുലേറ്റ് ചെയ്തു, നോർമൽ ഇൻകത്തിന്റെ മുകളിൽ സ്ലാബ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഈ രണ്ട് ടാക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നമുക്ക് കിട്ടും. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A കുറയ്ക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് എപ്പോഴാണ് കിട്ടുക വെച്ചാൽ ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹5 lakh ദ എമൗണ്ട് ഓഫ് റിബേറ്റ് is 0. റിബേറ്റ് ഒന്നും കിട്ടില്ല, നമുക്ക് 0 ആയിരിക്കും ഡിഡക്ട് ചെയ്യാനുള്ള എമൗണ്ട്. സോ ടോട്ടൽ ഇൻകം 5 lakhന് മീതെയാണെങ്കിൽ ദർ ഇസ് നോ റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നിന്ന് കിട്ടുന്ന ഡിഡക്ഷനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. ആ റിബേറ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ ഇൻകം എന്തിനേക്കാൾ കുറവായിരിക്കണം? 5 lakhോ അതിന് താഴെയോ ആയിരിക്കണം. If the total income is less than or equal to 5 lakh, then the amount of rebate is, rebate എത്ര കിട്ടുക നമുക്ക്? either 12,500 or total tax. ഈ ടോട്ടൽ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഈ ടോട്ടൽ ടാക്സോ 12,500 whichever is less, അത് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. ആ റിബേറ്റ് നമ്മൾ ടോട്ടൽ ടാക്സ് നിന്ന് കുറയ്ക്കാവുന്നതാണ്. ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ശ്രദ്ധിക്കേണ്ട കാര്യം, റിബേറ്റ് കിട്ടണമെങ്കിൽ യുവർ ടോട്ടൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh. 5 lakhനേക്കാൾ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, എന്നാലേ റിബേറ്റ് കിട്ടുള്ളൂ. 5 lakhന് മീതെയാണെങ്കിൽ യുവർ റിബേറ്റ് വിൽ ബി 0. നിങ്ങൾക്ക് ഒന്നും ഡിഡക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, ദെൻ അതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? സർചാർജ് ആഡ് ചെയ്യണം. ടോട്ടൽ ടാക്സിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് സർചാർജ്. സർചാർജ് എപ്പോഴേ ആഡ് ചെയ്യണ്ടു? ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹50 lakhs. ഹയർ ഇൻകം ഗ്രൂപ്പുകാർക്കുള്ള അഡീഷണൽ ടാക്സിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. സോ സർചാർജ് ഇസ് ദ അഡീഷണൽ ടാക്സ് ചാർജ്ഡ് ഓൺ ടാക്സ് ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹50 lakh. 50 ലക്ഷത്തിനേക്കാൾ മീതെ ടോട്ടൽ ഇൻകം ഉള്ള വലിയ വലിയ ലക്ഷപ്രഭുക്കൾക്ക് മാത്രമാണ് സർചാർജ് ആഡ് ചെയ്യേണ്ടി വരിക. സോ സർചാർജ് ആഡ് ചെയ്യണം. ദെൻ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് കുറയ്ക്കണം? ലാസ്റ്റ് ആയിട്ട് നമ്മൾ TDS എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, നമുക്ക് ക്യാഷ്വൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ TDS കുറച്ചിട്ടുള്ള തുകയാണല്ലോ നമുക്ക് ഓൾറെഡി കിട്ടുക. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിന്റെ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ TDS എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ TDS നമുക്ക് കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കിട്ടിയ ബാക്കി തുകേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്ലാബ് സിസ്റ്റം. നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സ്ലാബ് സിസ്റ്റത്തിൽ നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കണ്ടുപിടിക്കുന്നു, ഫ്ലാറ്റ് റേറ്റ് ഉപയോഗിച്ചിട്ട് സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കണ്ടുപിടിക്കുന്നു, അങ്ങനെ ടോട്ടൽ ടാക്സ് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് റിബേറ്റ് ആദ്യം കുറയ്ക്കുന്നു, സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്യുന്നു,
4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്തായാലും ആഡ് ചെയ്യുന്നു. TDS ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു. ബാക്കിയുള്ള തുകയെ നമ്മൾ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നു. ഇത് 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ കഥയാണ്. 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരുടെ കഥ വേറെയാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഈസ് 3 ലാക്ക്. 3 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന്റെ മുകളിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട. 3 ലക്ഷം കഴിഞ്ഞ് വരുന്ന ഇൻകത്തിന്റെ മുകളിൽ 3 സ്ലാബുകളായിട്ട് അയാൾ ടാക്സ് അടയ്ക്കണം. ആദ്യത്തെ സ്ലാബ് എന്ന് പറയുന്നത് 3 to 5 lakh rupees ആണ്. ടോട്ടൽ ഇൻകം 3 to 5 ലാക്കിന്റെ ഇടയിലാണെങ്കിൽ 5%, 5 to 10 ലാക്ക് വരെയുള്ള ഇൻകത്തിന്റെ മുകളിൽ 20%, എബൌട്ട് 10 ലാക്കിന്റെ മുകളിൽ 30% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. സോ ഇങ്ങനെയാണ് 60നും 80നും വയസ്സിനിടയിലുള്ള ആൾക്കാർ നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇനിയും ഫോളോ ചെയ്യണം ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ. ടോട്ടൽ ടാക്സ് ആദ്യം കണ്ടുപിടിക്കണം. സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് പ്ലസ് നോർമൽ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ്, അങ്ങനെ ടോട്ടൽ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് റിബേറ്റ് കുറച്ചു. റിബേറ്റിന്റെ റൂളൊന്നും വ്യത്യാസമില്ല. 5 ലാക്കിന് മീതെയാണെങ്കിൽ റിബേറ്റ് ഇല്ല. 5 ലാക്കിന് താഴെയോ അതിന് ഈക്വലോ ആണെങ്കിൽ 12,500 ടോട്ടൽ ടാക്സ് വിച്ച് എവർ ഈസ് ലെസ്, അത് റിബേറ്റ് ആയിട്ട് കിട്ടും. അത് കുറയ്ക്കുക. ദെൻ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്യുക. സർചാർജും റിബേറ്റും ഒരുമിച്ച് വരില്ല. കാരണം റിബേറ്റ് കിട്ടണമെങ്കിൽ 5 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അപ്പൊ പിന്നെ സർചാർജ് വരില്ല. സർചാർജ് വരാണെങ്കിൽ റിബേറ്റും കിട്ടില്ല. ഇത് രണ്ടും വിരുദ്ധമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് കേട്ടോ. സോ സർചാർജ് ഉണ്ടെങ്കിൽ ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹50 lakh സർചാർജ് ആഡ് ചെയ്യണം. ദെൻ എല്ലാ കേസിലും നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അത് എപ്പോഴും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ TDS ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. ബാക്കിയുള്ള തുകനെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നു. ഇത് 60നും 80നും വയസ്സിനിടയിലുള്ള ആൾക്കാരുടെ കഥയാണ്. 80 വയസ്സിന് മീതെയുള്ള ആൾക്കാരുടെ കഥ കുറേയും കൂടി സിമ്പിൾ ആണ്. അപ് ടു 5 lakh there is no tax. That is basic exemption limit for a person who is a super senior. സൂപ്പർ സീനിയർ എന്ന് പറഞ്ഞാൽ 80 വയസ്സിന് മീതെ പ്രായമുള്ള ആളായിരുന്നു നമ്മൾ സൂപ്പർ സീനിയർ എന്ന് പറയുന്നത്. അത്തരം ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ ആദ്യത്തെ 5 ലക്ഷം രൂപ വരെയുള്ള 5 ലാക്ക് വരെയുള്ള നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണ്ട. ദെൻ 5 to 10 ലാക്ക് ആണെങ്കിൽ 20%, അബൌട്ട് 10 ലാക്ക് ആണെങ്കിൽ 30%. എന്നിട്ട് അതേമാതിരി നോർമൽ ഇൻകത്തിന്റെ മുകളിലും സ്പെഷ്യൽ ഇൻകത്തിന്റെ മുകളിലും ടാക്സ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ഇൻകം കാണുന്നു. ടോട്ടൽ ഇൻകം കണ്ടതിന് ശേഷം ഇയാൾക്ക് റിബേറ്റ് ഉണ്ടാവില്ല. കാരണം ഇയാൾക്ക് റിബേറ്റ് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. കാരണം 5 ലക്ഷം രൂപ വരെ ഇയാൾക്ക് ടാക്സ് അടയ്ക്കണ്ട. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റിബേറ്റ്. 5 ലക്ഷത്തിന് മീതെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾ ടാക്സ് അടയ്ക്കുള്ളൂ. 5 ലക്ഷത്തിന് മീതെ എന്തായാലും റിബേറ്റ് ഇല്ലല്ലോ. സോ റിബേറ്റ് എന്ന് പറയുന്ന സംഗതി സൂപ്പർ സീനിയറിനെ സമയത്തോളം ഇല്ല. സർചാർജ് ചിലപ്പോൾ വന്നേക്കാം. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മീതെയാണെങ്കിൽ സർചാർജ് വരും. ദെൻ എന്തായാലും വരുന്ന ടാക്സ് ആണ് എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അത് 4% ആഡ് ചെയ്യണം. ദെൻ TDS വല്ലതുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. സോ അങ്ങനെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കണം. ഇത് അസസ്മെന്റ് ഇയർ 23, 24 അല്ല 25, 26 ആക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. സോ നമുക്ക് ഇനി അടുത്തത് അറിയേണ്ടത് ടാക്സ് ലയബിലിറ്റി അണ്ടർ ന്യൂ റെജിമാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.